ഹലോ ഗൈസ്, 3 പടങ്ങൾ: പ്രതിച്ഛായ, ആശകളായിരം, പിന്നെ ലൈക്ക്, ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രതിച്ഛായ നിവിൻ പോളി നായകനായിട്ട് ബാലചന്ദ്രമേനോൻ പുള്ളിയുടെ ഫാദറായിട്ട് അഭിനയിച്ച പടമാണ്. മലയാളം തിയേറ്റർ റിലീസായിരുന്നു, ഇപ്പോൾ OTT വന്നിട്ടുണ്ട്. മോശമല്ലാത്തൊരു നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നി. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് പടം. അത്യാവശ്യം എൻഗേജിങ് ആണ്. പിന്നെ സ്റ്റോറിയൊക്കെ നമുക്ക് അത്യാവശ്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അത്ര അൺപ്രഡിക്റ്റബിളായിട്ടോ വലിയ ട്വിസ്റ്റുകളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കുറേ സ്ലോമോ ഉണ്ട്. ആ സ്ലോമോ കുറേയൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ പടം കുറച്ചുകൂടെ പെട്ടെന്ന് തീരുമായിരുന്നു എന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ല വൃത്തിക്ക് നല്ല നീറ്റായിട്ട് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് പടം. അത്യാവശ്യം എനിക്കിഷ്ടമായി. ആശകളായിരം, ജയറാം കാളിദാസ് അച്ഛനും മകനുമായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു നല്ലൊരു ഫാമിലി പടം. ഇടയ്ക്ക് എവിടേക്കോ കുറച്ച് ക്രിഞ്ചും ബോറൊക്കെ അടിക്കും, പക്ഷേ പടം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു ഫാമിലി മൂവിയാണ്. ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ പടം. ജയറാം എന്ന് പറയുന്ന നടന് കൊടുത്തൊരു ട്രിബ്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്കാരൻ്റെ ഒരുപാട് പടങ്ങളുടെ റെഫറൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പടം. അവസാനത്തെ കുറച്ച് സമയം രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി പടം. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ് ആശകളായിരം. മൂന്നാമത് കണ്ടത് ലൈക്ക്, ലവ് ഇൻഷുറൻസ് കമ്പനി. അത്യാവശ്യമൊന്നുമല്ല, തീരെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അലന്ന പടം. അപ്പോൾ എന്ത് ദുരന്തമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രദീപ് രംഗനാഥ് അതിനകത്ത് വെറുപ്പീരാണ്. അതിനേക്കാളും വെറുപ്പീരാണ് അതിലെ നായിക. ഓവർ ക്യൂട്ട്നെസ് ഇങ്ങനെ അറിയാമെന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു വെറുപ്പീര് പടം. നയൻതാര, വിഘ്നേഷ് ശിവൻ പുള്ളിക്കാരൻ്റെ പ്രൊഡക്ഷൻ ഇറങ്ങിയ പടമാണ്. നല്ലോണം കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നോട്ട് വർത്ത്. സമയമുണ്ടെങ്കിലും നിങ്ങളത് കാണണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ബാക്കി രണ്ടും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പ്രതിച്ഛായയും ആശകളായിരവും. ലൈക്ക് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ, താങ്ക് യു.